ഇവർ ഏകമനസ്സോടെ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടും മറ്റ് സ്ത്രീകളോടും എൻ്റെ സഹോദരന്മാരുമൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. എങ്ങനെ മുഴുകിയിരുന്നു? പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയോടൊപ്പം ആയിരിക്കുമ്പോൾ അമ്മ പ്രാർത്ഥനയോടെ മക്കൾക്ക് വേണ്ടി മക്കളോടൊപ്പം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ജ്ഞാനത്തിന്റെ പുസ്തകം 8-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം. ഓർഗൻ വായിക്കാനായിട്ട് പഠിച്ച സമയത്ത് ആദ്യമായിട്ട് പഠിച്ച മാതാവിന്റെ പാട്ട് ഇതാണ്. നിത്യവിശുദ്ധയാം കന്യാമറിയമേ, നിന്നാമം വാഴ്ത്തപ്പെടട്ടെ. നന്മ നിറഞ്ഞ സ്നേഹവാത്സല്യങ്ങൾ ഞങ്ങൾക്കനുഗ്രഹമാകട്ടെ. ഒന്നുകൂടെ പാടി. നിത്യവിശുദ്ധയാം കന്യാമറിയമേ, നിന്നാമം വാഴ്ത്തപ്പെടട്ടെ. സ്നേഹവാത്സല്യങ്ങൾ എങ്ങനെ ഞങ്ങൾക്ക് അനുഗ്രഹമാകുന്നുണ്ടാ? ആ വിളിച്ച വെളിപ്പുറത്ത് വരും. വിളിക്കേണ്ട പോലെ മാതാവിനെ വിളിക്കണം. വല്ലാർപാടം പള്ളി പരിശുദ്ധാത്മാവിന്റെ നാമധേയത്തിലുള്ള പള്ളിയാണ്. വേണമെങ്കിൽ ഒന്ന് അന്വേഷിച്ച് നോക്ക്. പക്ഷെ ഇന്ന് ആരുടെ നാമത്തിൽ അറിയപ്പെടുന്നത്? വല്ലാർപാടത്തെ അമ്മയുടെ. അപ്പൊ പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായ ആ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ശക്തിയുടെ അത്ഭുതമാണ് പരിശുദ്ധാത്മാവ് അവിടെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ജ്ഞാനത്തിന്റെ പുസ്തകം 8-ാം അധ്യായം 8-ാമത്തെ വാക്യം. വിപുലമായ അനുഭവജ്ഞാനമാണ് ഞാൻ ഇച്ഛിക്കുന്നതെങ്കിൽ അവർക്ക് ഭൂതവും ഭാവിയും അറിയാം. മൊഴികളുടെ വ്യാംഗ്യവും കടങ്കഥകളുടെ പൊരുളും അവർക്കറിയാം. അടയാളങ്ങളും അത്ഭുതങ്ങളും അവർ മുൻകൂട്ടി കാണുന്നു. കാലങ്ങളുടെയും ഋതുക്കളുടെയും ഫലം അവർക്കറിയാം. അവൾക്കെല്ലാം അറിയാം. ഹല്ലേലൂയ. കാരണം അവള് ജ്ഞാനത്തിന്റെ പൂർണ്ണതയാണ്, ദൈവകൃപ പൂരിതയാണ്. ഹല്ലേലൂയ. പരിശുദ്ധമ്മയെ കുറിച്ച് തന്നെ തെളിഞ്ഞും മറിഞ്ഞും വചനത്തിലൂടെ പല പ്രത്യക്ഷീകരണങ്ങളും വെളിപ്പെടുത്തലുകളും വചനത്തിൽ നൽകുന്നുണ്ട്. പ്രഭാഷകൻ 40:1 പറയുന്നുണ്ട്, ഒരുവന്റെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുന്ന നിമിഷം മുതൽ സർവരുടെയും മാതാവിന്റെ അടുക്കലേക്ക് തിരിയുന്നത് വരെ ആദത്തിന്റെ സന്തതികളുടെ മേൽ ഭാരമുള്ള മുഖം വയ്ക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഏത് അഴിയാകുരുക്കും ബന്ധനം അഴിയണമെങ്കിൽ എന്ത് ചെയ്യണം? ജപമാല കയ്യിലെടുക്കണം. പരിശുദ്ധ അമ്മയുടെ അടുത്ത് ഓടി വരണം. അമ്മയോട് പ്രാർത്ഥിക്കണം. ഇവിടെ ഒരു വ്യക്തി വരുമായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞതാണ്, വീട് മാറി 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 മടുത്തു. ജോളിയുടെ അടുത്ത് ചെന്നിട്ട് കൈപിടിച്ച് പറയും, പ്രാർത്ഥിക്കണം കേട്ടാ, വീട് ഈ വാടക വീട് മാറി 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 മടുത്തു. പറയുമ്പോ ഗവൺമെന്റ് ജോലിയൊക്കെ ഉണ്ട്, പക്ഷെ സ്വന്തമായിട്ടൊരു വീട് പോലും ഇല്ല. ഇന്ന് അവർക്ക് 2 വീടുണ്ട്. ഹല്ലേലൂയ. എറണാകുളത്ത് സ്വന്തമായിട്ട് 2 വീടുണ്ട്. വാടക വീട് മാറി മാറി മടുത്തു എന്ന് പറഞ്ഞാൽ ഇനി ഏത് കാലത്താണെന്ന് വിചാരിച്ചിരുന്ന നല്ല ഒരു ഉദ്യോഗസ്ഥനാണ്. കൈക്കൂലിയും കരിഞ്ചൊന്നുമില്ല, പക്ഷെ സ്വന്തമായിട്ട് വീട് മാത്രം ഇല്ല. അവരെ സഹായിക്കും, ഇവരെ സഹായിക്കും, വീട്ടുകാരെ സഹായിക്കും, സഹോദരങ്ങളെ സഹായിക്കും. അപ്പനെയും എല്ലാ മാസവും ശമ്പളം കിട്ടുമ്പോൾ അപ്പനെയും കൊണ്ടുപോയി കൊടുക്കും, എല്ലാവരെയും നോക്കും. പക്ഷേ കയറി കിടക്കാൻ സ്വന്തമായിട്ട് ഒരു ഭവനം പോലും ഇല്ലാത്ത വേദന ദൈവം അവർക്ക് ഇന്ന് 2 വീട് കൊടുത്തതായിട്ട് എനിക്കറിയാം. ഹല്ലേലൂയ. പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം വഴി പ്രാർത്ഥിക്കുമ്പോൾ വൈകിയാണെങ്കിൽ പോലും നമ്മുടെ ജീവിതത്തിലേക്ക് കൃപകൾ കടന്നു വരും. വിളിച്ചാൽ വെളിപ്പുറത്ത് വരും. വേളാങ്കണ്ണിയിൽ പോകാത്തവര് കുറവാണ്, പോകാൻ ആഗ്രഹിക്കുന്നവർ ഒത്തിരി പേരാണ്. വേളാങ്കണ്ണിയിലെ ചരിത്രം എന്താണ്? കപ്പലപകടത്തിൽപ്പെട്ട പോർച്ചുഗീസ് നാവികര് തങ്ങളെ സുരക്ഷിതമായി തീരത്തെത്തിക്കുകയാണെങ്കിൽ ദൈവമാതാവിന്റെ നാമധേയത്തില് ഒരു ദേവാലയം പണിയാമെന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ചരിത്രമാകുന്ന ആ പട്ടണത്തില്, നാഗപട്ടണം വേളാങ്കണ്ണി കടപ്പുറത്ത് അവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടെത്തിയപ്പോൾ കാറ്റും കോളും നിറഞ്ഞ ആ കടലില് മുങ്ങിപ്പോകുമായിരുന്ന അവരുടെ ജീവനുകൾ അവർ കരക്കെത്തിയപ്പോൾ പറയുന്നത് ഇതാണ്, ഇപ്പോഴും
എല്ലാ കൊല്ലവും സെപ്റ്റംബർ മാസമാകുമ്പോൾ ആ രക്ഷപ്പെട്ട അവരുടെ നാട്ടിൽ നിന്ന് പ്രത്യേകമായിട്ട് ആളുകൾ അവിടേക്ക് കൂടുതലായിട്ട് കടന്നു വരും. ലോകം മുഴുവനിൽ നിന്നും ഇന്ന് വേളാങ്കണ്ണിയിലേക്ക് കടന്നു വരുന്നു. പാൽക്കാരൻ ബാലന്റെ കയ്യില് കുറഞ്ഞു പോയ പാല് വർദ്ധിപ്പിച്ചു കൊടുക്കുകയും മാതാവ് അവിടെ പ്രത്യക്ഷപ്പെടുകയും ദർശനമരുളുകയും വാടരുളുകയും എല്ലാം ചെയ്യുന്നു. ഇന്നും നിങ്ങൾ വേളാങ്കണ്ണി പോയാൽ അവിടെ ആരും അങ്ങോട്ടൊന്നും പോകണ്ട, പള്ളിയുടെ നേരെ മുമ്പിൽ തന്നെ, ഒരുപാട് ദൂരത്തോട്ടൊന്നും പോകണ്ട, മ്യൂസിയം ഉണ്ട്. മണിക്കൂറുകൾ നടന്ന് കണ്ടാൽ തീരത്തില്ല. മാനസിക രോഗികൾ സൗഖ്യപ്പെട്ടത്, കണ്ണ് കണ്ടത്, തളവാദ രോഗി സൗഖ്യപ്പെട്ടത്, എടുത്തുകൊണ്ട് വന്നവര് എഴുന്നേറ്റ് നടന്നു പോയത്, അങ്ങനെയുള്ള സ്വർണത്തിലും വെള്ളിയിലും ഉള്ള സാധനങ്ങളും സാക്ഷ്യങ്ങളും എഴുത്തുകളും ഒക്കെ ആയിട്ട് അവിടെ ഒത്തിരി ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. വീൽ ചെയറുകൾ ഉപേക്ഷിച്ചു പോയവര്, വടികുത്തി നടന്നവര്, അവരെ വടി ഉപേക്ഷിച്ചു പോയത്, അങ്ങനെ മണിക്കൂറുകൾ നടന്നാൽ തീരാത്ത ഇതെല്ലാം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തെ ദൈവം സ്വർഗം സ്ഥിരീകരിക്കുന്നതിന്റെ അടയാളമല്ലേ? ഹല്ലേലൂയ. യേശുവേ നന്ദി. എത്രയും ദയയുള്ള മാതാവേ, നിൻ സങ്കേതം തേടി വരുന്നു ഞങ്ങൾ. നിഞ്ചാരത്തോടിയണഞ്ഞവരെ നീ ഒരു നാളും കൈവിടില്ലല്ലോ തായേ, ഒരു നാളും കൈവിടില്ലല്ലോ തായേ. എത്രയും ദയയുള്ള മാതാവേ, നിൻ സങ്കേതം തേടി വരുന്നു ഞങ്ങൾ. നിഞ്ചാരത്തോടിയണഞ്ഞവരെ നീ ഒരു നാളും കൈവിടില്ലല്ലോ തായേ, ഒരു നാളും കൈവിടില്ലല്ലോ തായേ. ഒരു നാളും നമ്മൾ ആരോട് പറഞ്ഞാലും നടക്കാത്ത, അല്ലെങ്കിൽ നടത്തേണ്ടവര് നടത്തി തരാത്ത, കേൾക്കാതെ പോകുന്ന കാര്യങ്ങൾ ജപമാല കരങ്ങളിൽ എടുത്ത് ഈ അമ്മയുടെ മധ്യസ്ഥം വഴി പ്രാർത്ഥിച്ചാൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പനോട് പറഞ്ഞാൽ, അമ്മയോട് പറഞ്ഞാൽ, മക്കളോട് പറഞ്ഞാൽ നടന്നു കിട്ടാത്ത കാര്യങ്ങൾ ദൈവമാതാവായ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി പറഞ്ഞാൽ ഇനി അന്വേഷിച്ച് അങ്ങോട്ട് പോകണ്ട, ഇങ്ങോട്ട് നടത്തി കിട്ടുന്ന രീതിയിൽ ക്രമീകരിച്ചു തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. പണ്ട് ഇവിടെ പ്രാർത്ഥിക്കാനായിട്ട് വന്ന ഒരു കുടുംബം, അവരുടെ സ്വർണത്തിന്റെ വള ആരോ കട്ടുകൊണ്ടുപോയി. അപ്പോൾ ആകെ ഉണ്ടായിരുന്ന സമ്പാദ്യമാണ്. അങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് വന്ന് പ്രാർത്ഥിപ്പിച്ച് വീണ്ടും വന്ന് സാക്ഷ്യപ്പെടുത്താമെന്ന് പറഞ്ഞപ്പോൾ ജയിലുകളിൽ കിടക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു പ്രാർത്ഥന കൊടുത്തു. എന്താണ്? ജയിലുകളിൽ കിടക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു പ്രാർത്ഥന കൊടുത്തു. എന്നിട്ട് പരിശുദ്ധമ്മയുടെ സന്നിധിയിൽ വന്ന് സ്വർണം വള കിട്ടുമ്പോൾ തിരിച്ചു കിട്ടിയത് സാക്ഷ്യപ്പെടുത്താമെന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഒരു ദിവസം ഇവർ മുറ്റമടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാണുന്ന കാഴ്ച, ഇവരെ നഷ്ടപ്പെട്ടു പോയ ഒരു വളയല്ല, ഒന്നോ രണ്ടോ വളകൾ ഒടിച്ചൊടിച്ച് കഷ്ണങ്ങളായിട്ട് മുറ്റത്ത് കൊണ്ടുവന്നിട്ടിട്ട് പോയി. വീടിന്റെ മുറ്റത്ത് ഇത്രയും ദ്രോഹം ചെയ്യണം. കൂട്ടായ്മയിൽ വന്ന് നഷ്ടപ്പെട്ടത് ഒരു കഷ്ണം പോലും കുറയാതെ തിരിച്ചു കിട്ടിയതായിട്ട് സാക്ഷ്യപ്പെടുത്തി. ഹല്ലേലൂയ. പരിശുദ്ധമ്മയുടെ സഹായം മാധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചു വന്ന ഓരോ കാര്യങ്ങളും ഇന്നുവരെ നടക്കാറുന്നില്ല. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നിന്ന് ജമീല മെർലിൻ, അവര് ശനിയാഴ്ച ദിവസം വരാൻ പറ്റിയില്ലെങ്കിൽ ഇടത്ത ദിവസം വന്ന് കൗൺസിലിംഗ് എടുത്ത് പ്രാർത്ഥിച്ചിട്ട് പോകും. അപ്പോൾ ഈ മെർലിന്റെ കുടുംബത്തില് മെർലിന്റെ മകൾക്കൊരു ജോലിയില്ല, പഠിച്ചു പൂർത്തീകരിക്കാൻ പറ്റുമോ, പാസ്സാകുമോ, അങ്ങനെയുള്ള ഭയങ്കര ടെൻഷനാണ്. ഇനി ഭർത്താവാണെങ്കിൽ കോവിഡിന് മുമ്പേ ഗൾഫിൽ നിന്ന് ജോലിയൊക്കെ കളഞ്ഞു പോയതാണ്. ഇപ്പോൾ ആണെങ്കിൽ പ്രായവുമായി. പക്ഷേ ആദ്യം അമ്മയും അവരുടെ സഹോദരിയും വന്നു, അതിനുശേഷം അമ്മയും അപ്പനും വന്നു, അതിനുശേഷം അമ്മയും മകളും വന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ജമീല മെർലിൻ രണ്ടുപേരും കൂടെ വന്നിട്ട് പറഞ്ഞ ഇതാണ്, മോക്ക് ഇവിടെ വരാൻ ഭയങ്കര ഇഷ്ടമാണ്, വേറെ എങ്ങും പോകാൻ വിളിച്ചാലൊന്നും വരില്ല, പക്ഷെ ഇവിടെ വന്ന് വചനം കേൾക്കാനും പ്രാർത്ഥിക്കാനും ഒത്തിരി ഇഷ്ടമാണ്, അവർക്ക് നല്ല അഭിഷേകമാണ്, വരാൻ പറ്റാത്തതിൽ ഭയങ്കര വിഷമമുണ്ട്, കാരണം പ്രായമായ അമ്മയെ നോക്കാൻ അവളിരിക്കുന്നത് കൊണ്ടാണ് ഞങ്ങളിപ്പോൾ വന്നത് എന്ന്. അപ്പോൾ പറഞ്ഞ ഇതാണ്, മകൾക്ക് അവിടെ ഒരു സ്കൂളിൽ ജോലി കിട്ടി, ഭർത്താവിന് ഗൾഫിൽ നിന്ന് ആരോ വിളിച്ച് ചോദിച്ചിട്ട് 10 പൈസ കൊടുക്കാതെ
ഖത്തറിൽ ജോലി കിട്ടി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഏത് നമ്മുടെ ആത്മീയമോ ഭൗതികമോ ശാരീരികമോ മാനസികമോ ആയ ഏത് കാര്യങ്ങളിലും ഈ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ സഹായം തേടി വന്നിട്ട് ഉപേക്ഷിക്കപ്പെട്ട ചരിത്രമില്ല. ഞാനിപ്പോൾ ഒരാൾക്ക് ഒരു സമ്മാനം കൊടുക്കാനായിട്ട് ആളോട് ഇല്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരമ്മ, കുഞ്ഞുങ്ങളില്ലാത്ത അമ്മ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് 22 വർഷം വരെ ഒരു അനക്കം ഉണ്ടായില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 22 വർഷം പ്രാർത്ഥിച്ചു. ഇപ്പൊ എല്ലാവരും ചോദിച്ചു എന്തിനാ പ്രാർത്ഥനക്ക് പോണത്? ആദ്യം നിങ്ങളെ തന്നെ സുഖപ്പെടുത്തുക, നിങ്ങളുടെ കാര്യം ശരിയാക്കുന്നു പറഞ്ഞിട്ട് കളിയാക്കരുത്. അപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ 22 വർഷത്തിന് ശേഷം 48ാമത്തെ വയസ്സിൽ ദൈവം കൊടുത്ത കുഞ്ഞാണ് ഈ കൊട്ടയം പിടിച്ചുകൊണ്ട് വന്നത്. അവന് ഞാനൊരു സമ്മാനം വെച്ചിട്ടുണ്ട്. ഇപ്പൊ 9ാം ക്ലാസ്സിലല്ലേ മോനെ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീങ്ങ വന്നേ. നല്ല ഒന്നാന്തരമായിട്ട് ഈ ചിരട്ടയിൽ ഉണ്ടാക്കുന്ന കരകൗശല വസ്തുക്കൾ എങ്ങും പോയി പഠിപ്പിച്ചില്ല, ആരുടെയും ശിക്ഷപ്പെടാനും പോയില്ല. പക്ഷെ ഇന്നലെ ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ അവരുടെ വീട്ടിൽ ഇങ്ങടോ വീഡിയോയിൽ കൂടെ കണ്ടോട്ടെ. ഇപ്പൊ എത്രയിലും പഠിക്കുന്നത്? 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. കാരണം പഠിക്കണം, അടുത്ത 9ാം ക്ലാസ്സിലാണ്. പേടിപ്പിക്കണില്ല കേട്ടോ. അപ്പൊ ചിരട്ടയും വെച്ച് ഫ്ലവർ വാസ്, പുട്ടുകുറ്റി, പിന്നെ എന്തൊക്കെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. മൂങ്ങ ഞാൻ കണ്ടില്ലല്ലോ. അച്ഛന് ഒരുപാട് സാധനങ്ങള്. എന്താ കറിക്കയിലെന്ന് പറഞ്ഞ പോലെ കെറ്റില് അതൊക്കെ ഉണ്ടാക്കി. കെറ്റിലുണ്ടാക്കി, കറിക്കയിലുണ്ടാക്കി, ആമേനുണ്ടാക്കി, പുട്ടുകട ഉണ്ടാക്കി, പുട്ടുകുറ്റി ഉണ്ടാക്കി, മൂങ്ങ ഉണ്ടാക്കി, ഫ്ലവർ വാസ് ഉണ്ടാക്കി. ചെറിയ സമ്മാനമൊന്നും കൊടുത്താൽ പോരാ, പക്ഷെ ഞങ്ങളുടെ മനസ്സുകൊണ്ട് ഇതൊരു വലിയ സമ്മാനമാണ്. ഇന്നലെ കണ്ടപ്പോഴേ വിചാരിച്ച് 22 വർഷം അമ്മയുടെ കണ്ണനീരിൽ ദൈവം കൊടുത്ത പ്രാർത്ഥനയ്ക്ക് ഇത്രയും ഫലമുണ്ടെന്ന് അറിയണില്ല. ഇതാ നല്ലൊരു കലാകാരൻ ഇതിന്റെ ഈ കാക്കി കുപ്പായത്തിനുള്ളിൽ ഒരു കലാകാരനോട് അപ്പൊ ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ഈ സമ്മാനം കൊടുക്കണേ. ഈ കൈയടി പോലെ നന്നായിട്ട് എല്ലാവരും കൈയടിക്കേ. ഇനി നല്ല നല്ല സാധനങ്ങളൊക്കെ ഒത്തിരി അവന്റെ കരകൗശല വിദ്യയിൽ കൂടെ പുറത്ത് അമലിന്റെ കരകൗശല വിദ്യയിൽ കൂടെ പുറത്ത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഉയർന്നു വരട്ടെ. ഹല്ലേലൂയ. അപ്പൊ പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യം കിട്ടിയാൽ, പ്രാർത്ഥിച്ചിട്ട് കിട്ടാൻ ഇത്തിരി വൈകിയാലും കിട്ടുന്ന കാര്യങ്ങൾക്കെല്ലാം ഒരു മേൽക്കോയ്മ, ഒരു മേൽത്തരം, ഒരു മികവ് ദൈവം തന്ന് അനുഗ്രഹിക്കും. മാത്രമല്ല വീടിന്റെ മുറ്റത്ത് നിൽക്കണ ആഞ്ഞിലിമേൽ വരെയും കർത്താവിന്റെ മുഖം പെയിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ലേ? പെയിന്റ് ചെയ്താണ് അല്ലെങ്കിൽ വീട്ടിലത്തെ അരിപ്പൊടി കലക്കിയിട്ട് പെയിന്റ് ഇല്ലാഞ്ഞിട്ട് അരിപ്പൊടി കലക്കി ആ കൊച്ചി ആഞ്ഞിലിമേല് കർത്താവിന്റെ മുഖം വരച്ചു വെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവന്റെ മനസ്സിൽ മുഴുവൻ കർത്താവാണ്. കാരണം ഒരു കൊച്ചിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോ കർത്താവിന്റെ മുഖം മാത്രം മനസ്സിലുണ്ടായുള്ളൂ. അല്ലേ ചേച്ചി? ഭർത്താവിന്റെ മുഖം പോലും ഉണ്ടായില്ല. പ്രൈസ് ദി ലോർഡ്. ഭർത്താവ് ഇപ്പോ വണ്ടി ഓടിക്കാൻ വേണ്ടി പോയേക്കണേ. ഹല്ലേലൂയ. അപ്പൊ എല്ലാവരെയും അതിശയിപ്പിച്ചുകൊണ്ട് കർത്താവ് 2 കുഞ്ഞുങ്ങളെ കൊടുത്തു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. മാർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 17-ഉം 18-ഉം വാക്യങ്ങളിൽ പറയുന്നുണ്ട്, വിശ്വസിക്കുന്നവരോടുകൂടെ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ എന്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും. മാരകമായി എന്തു കുടിച്ചാൽ അവരെ ഉപദ്രവിക്കുകയില്ല. അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും. പ്രൈസ് ദി ലോർഡ്. വെളിപാട് 12:1 മുതൽ നരകസർപ്പത്തിന്റെ തലയെ തകർത്ത മാതാവിന്റെ മാധ്യസ്ഥതയെ കുറിച്ച് വചനത്തിൽ വെളിപ്പെടുത്തുന്നുണ്ട്. ഹല്ലേലൂയ. വെളിപാട് 12:1 മുതൽ ഒന്ന് വായിക്കാമോ? സ്വർഗത്തിൽ നിന്നുള്ള സ്വർഗത്തിൽ ഒരു വലിയ അടയാളം കാണപ്പെട്ടു. സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ, അവരുടെ പാദങ്ങൾക്കിടയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. അവൾ ഗർഭിണിയായിരുന്നു.
പ്രസവവേദനയാൽ അവൾ നിലവിളിച്ചു. പ്രസവക്ലേശത്താൽ അവൾ ഞെരുങ്ങി. സ്വർഗത്തിൽ മറ്റൊരടയാളം കൂടി കാണപ്പെട്ടു. ഇതാ, അഗ്നിമയനായ ഒരു ഉഗ്രസർപ്പം. അതിന് 7 തലകളും 10 കൊമ്പും, തലകളിൽ 7 കിരീടങ്ങൾ. അതിൻ്റെ വാൽ ആകാശത്തിൻ്റെ നക്ഷത്രങ്ങളിൽ ഒന്നിലൊന്നായി വാരിക്കൂട്ടി ഭൂമിയിലേക്ക് എറിഞ്ഞു. ആ സ്ത്രീ പ്രസവിക്കുന്ന കുഞ്ഞിനെ വീഴുന്ന സർപ്പം അവളുടെ മുമ്പിൽ കാത്തു നിന്നു. അവൾ ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. സകല ജനപദങ്ങളുടെയും ഇരുമ്പുതണ്ട് കൊണ്ട് ഭരിക്കാനുള്ളവനാണ് അവൻ. അവരുടെ ശിശു ജനിച്ച ശിശു ദൈവപുത്രനാണെങ്കിൽ ജന്മം കൊടുത്തത് ആരാണ്? ദൈവമാതാവ്. അപ്പൊ മാതാവ് ആരാണ്? ദൈവമാതാവാണ്. പുത്രൻ ആരാണ്? ദൈവപുത്രനാണ്. മാതാവ് ആരാണ്? ദൈവമാതാവാണ്. ഒരു സംശയമില്ല. ഹല്ലേലൂയ. ഇരുമ്പുതണ്ടുകൊണ്ട് ഭരിക്കാനുള്ളവനാണ് അവൻ. അവരുടെ ശിശു ദൈവത്തിന്റെയും അവിടുത്തെ സിംഹാസനത്തിന്റെയും അടുത്തേക്ക് സംവഹിക്കപ്പെട്ടു. ആ സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. മതി, എല്ലാവർക്കും ഓരോ കടഘട്ടങ്ങൾ ഉണ്ടെങ്കിൽ കൊടുത്തോ. ക്ഷീണമൊക്കെ മാറിക്കോട്ടെ. കുറെ നേരം വേണ്ടി സ്തുതിച്ച് ക്ഷീണം ഉണ്ടാ, പക്ഷെ നല്ല വെട്ടമുണ്ട്. നോക്കിട്ടോ, അങ്ങോട്ട് നോക്കി വന്നതിനേക്കാൾ നല്ല വെട്ടവും വെളിച്ചവും ഇവിടെ കയറി. ഇവിടെ മാത്രമല്ല കയറിയത്, നിങ്ങൾ പോയി കഴിയുമ്പോൾ വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഒത്തിരി മാറ്റങ്ങൾ ഇനി കാണാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. 1 സാമുവേൽ 10-ാം അധ്യായത്തിൽ 6-ാമത്തെ വാക്യം നമുക്ക് വായിക്കാൻ മതി. 1 സാമുവേൽ 10-ാം അധ്യായം 6-ാമത്തെ വാക്യം. എന്താണ് സംഭവിക്കുന്നത്? ദൈവത്തിന്റെ ആത്മാവ് നിറയുമ്പോൾ ഒരു പുതിയ മനുഷ്യനായി നാം മാറുകയാണ് ചെയ്യുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 സാമുവേൽ 10-ൽ 6-ാമത്തെ വാക്യം. അപ്പോൾ കർത്താവിന്റെ ആത്മാവ് ശക്തിയിൽ നിന്നിട്ട് ആവശ്യം നീ അവരോടൊപ്പം പ്രവചിക്കാറുണ്ട്. ഒരു മനുഷ്യനായി നീ മാറും. അപ്പൊ അടുത്തത് 1 സാമുവേൽ 10-ൽ 9. ഒരു പുതിയ മനുഷ്യനായി മാറും. പഴയതുപോലെ ലോകത്തിന് വേണ്ടി ജീവിക്കാനല്ല, ദൈവത്തിന്റെ ആത്മാവുകൊണ്ട് നിറയപ്പെടും. സ്തുതിക്കുമ്പോൾ അഭിഷേകം ഉണ്ടാവും, ദൈവനാമം മഹത്വപ്പെടും എന്ന് മാത്രമല്ല, ഒരു പുതിയ ഹൃദയം ദൈവം അവന് നൽകി. 1 സാമുവേൽ 10:9. സാമുവേലിനോട് കട്ടിൽ നിന്ന് പോകാതിരിക്കുമ്പോൾ ദൈവം അവന് ഒരു പുതിയ ഹൃദയം നൽകി. സാമുവേൽ പറഞ്ഞതെല്ലാം അന്ന് തന്നെ സംഭവിച്ചു. പറയുന്ന ആളും എടുക്കാൻ കഴിവാ വലുപ്പമൊന്നുമല്ല. ദൈവവചനം കേൾക്കാനായിട്ട് നിങ്ങൾ വരുമ്പോൾ ദൈവവചന ഹൃദയം തുറന്ന് സ്വീകരിച്ചാൽ എന്ത് സംഭവിക്കും? ദൈവവചനത്തിലുള്ള എല്ലാ വാഗ്ദാനങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമോ ഇല്ലേ? സംഭവിക്കും. അതുകൊണ്ടാണ് കർത്താവ് ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. 32-ാം സങ്കീർത്തനത്തിൽ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളൊന്ന് കേൾക്കാം. വിശുദ്ധ അഗസ്റ്റിൻ പുണ്യാളന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള മരണസമയത്ത് പോലും ശിഷ്യന്മാരെ കൊണ്ട് വായിപ്പിച്ച കേൾക്കുമായിരുന്ന ഒരു വചന ഭാഗമാണ് ഇത്. 32-ാം സങ്കീർത്തനം. മോചനം ലഭിച്ചവൻ ഭാഗ്യവാൻ. കർത്താവ് കുറ്റം ചുമത്താത്തവനും ഹൃദയത്തിൽ വഞ്ചന ഇല്ലാത്തവനും. അപ്പൊ പരിശുദ്ധമ്മയുടെ ജീവിതം എങ്ങനെയാ? പലരും വഞ്ചിച്ചിട്ടുണ്ടാ? പലരും കുറ്റം പറഞ്ഞിട്ടുണ്ടാ? തിരിച്ച് നമ്മളാണ് പറയും, ഞാൻ ആരാണെന്ന് അറിയുമോ? ദൈവത്തിന്റെ അമ്മയാണ്, നിന്റെ കാര്യം പോക്കടിയായി പറഞ്ഞ ഒന്നും പറഞ്ഞില്ല. സ്വന്തം പുത്രന്റെ ശരീരം മടിയിലേക്ക് ഇറക്കി കിടത്തിയപ്പോഴും ഇതാ ആരെയും ശപിച്ചില്ല. ലൂക്കാ 2:19 പറയുന്നുണ്ട്, മറിയമാണ്ട് കേട്ടതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്നു. ധ്യാന ഗുരുവാണ് പരിശുദ്ധ മാതാവ്. അപ്പോ എല്ലാം ജീവിതം ദൈവത്തിൽ എല്ലാം ധ്യാന വിഷയമാക്കി. ഇങ്ങനെ പറയും, ഭൂമിയിൽ കാലുറപ്പിച്ചുകൊണ്ട് സ്വർഗത്തിൽ ജീവിച്ചവളാണ് ആര്? പരിശുദ്ധ അമ്മ. ഗോരി പഠിപ്പിക്കുന്നു മത്തായി 12:33 ഒന്നുകിൽ വൃക്ഷം നല്ലത് ഫലവും നല്ലത്, വൃക്ഷം ചീത്ത ഫലവും ചീത്ത. ഹല്ലേലൂയ. അപ്പൊ ഇത് വായിച്ചിട്ട് അതിലേക്ക് പോകാം. 32:1-6 സങ്കീർത്തനം. മത്തായി 12:33. ഞാൻ പാപങ്ങൾ ഏറ്റുപറയാതിരുന്നപ്പോൾ ദിവസം മുഴുവൻ കരഞ്ഞ് എന്റെ ശരീരം ക്ഷയിച്ചുപോയി. രാവും പകലും അങ്ങയുടെ കരം എന്റെ മേൽ പതിച്ചിരുന്നു. വേനൽക്കാലത്തെ ചൂടുകൊണ്ടെന്ന പോലെ
വേനൽക്കാലത്തെ ചൂട് കൊണ്ടെന്ന പോലെ എന്റെ ശക്തി വരണ്ടുപോയി. എന്തൊരു ചൂടാണല്ലേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരാളുടെ സംഗീതത്തിന് 65, 9 മുതൽ 13 വരെ മഴ പെയ്യാനുള്ള വചനം വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. മഴ ഒന്ന് തളിച്ച് കിട്ടിയാൽ ഒന്ന് തളിച്ചാൽ പോലെ അല്ലേ. ഒന്ന് നല്ലോണം പെയ്താൽ അത്രയും നല്ലത്. കറണ്ട് കാശും കൂടി, ചൂടും കൂടി, വെള്ളവും ഇല്ല. ഇന്നിപ്പോ ഞാൻ യൂട്യൂബിൽ വചനം എഴുതി വെച്ച് പ്രാർത്ഥിച്ച ആരെയോ സാക്ഷി എനിക്ക് വാട്സാപ്പിൽ ഇട്ട് തന്നിട്ടുണ്ട്. കിണറിൽ വെള്ളം ഇല്ലാതാവുമെന്ന് പറഞ്ഞിട്ട് വചനം വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഇപ്പൊ കിണറ്റിൽ വെള്ളം ഉണ്ടെന്നും പറഞ്ഞിട്ട്, അല്ലെങ്കിൽ വറ്റിപ്പോണ്ട സമയം കഴിഞ്ഞെന്നും പറഞ്ഞിട്ടേക്കണേ. നമുക്ക് നിസ്സാരമായിട്ട് തോന്നും. ഓരോ നാടുകളിൽ എന്തോരം പേരാണ് ഒരു കുടിവെള്ളത്തിന് പോലും ക്ഷാമം അനുഭവിക്കുന്നതെന്ന് അറിയാമോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. എന്റെ പാപം അവിടുത്തോട് ഞാൻ ഏറ്റുപറഞ്ഞു. എന്റെ അകൃത്യം ഞാൻ മറച്ചു വച്ചില്ല. എന്റെ അകൃത്യങ്ങൾ കർത്താവിനോട് ഞാൻ ഏറ്റുപറയുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എന്റെ പാപം അവിടുന്ന് ക്ഷമിച്ചു. ആകയാൽ ദൈവഭക്തർ ആപത്തിൽ അവിടത്തോട് പ്രാർത്ഥിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവഭക്തർ എന്ത് ചെയ്യണം? ആപത്തുണ്ടാവുമ്പോ ഓടി രക്ഷപ്പെട്ടോളാന്നാ പറഞ്ഞേക്കണം. അങ്ങനെയാണോ പറഞ്ഞത്? അങ്ങനെയാണോ മോനെ? എന്താ പറഞ്ഞിരിക്കുന്നത്? ദൈവഭക്തര് ആപത്തിൽ. അപ്പൊ ദൈവഭക്തരുടെ ജീവിതത്തിൽ എന്തുണ്ടാവും? ആപത്തുണ്ടാവും, അപകടം ഉണ്ടാകും, രോഗങ്ങളുണ്ടാകും, വെല്ലുവിളികളുണ്ടാകും, നഷ്ടങ്ങളും എല്ലാം ഉണ്ടാകും. പക്ഷെ അപ്പോഴാണ് ക്ലേശകാലത്ത് കൂടാരവി എന്നെ പ്രിയനെന്നെ നടത്തും അല്ലേ. ക്ലേശകാലത്ത് കൂടാരവി എന്റെ പ്രിയനെന്നെ നടത്തും. പിന്നെന്താ? അല്പകാലം കഴിഞ്ഞ് ഉയർന്ന പാറമേൽ എന്നെ അവൻ കയറ്റി നിർത്തും. എന്നിട്ട് പാടിയല്ല. ജോലി പറഞ്ഞേ ഇതൊന്ന് നല്ലോണം കൈയടിച്ച് പാടുന്നത്. ഇത് ഇങ്ങനത്തെ പാട്ടാണ്. ഇങ്ങനത്തെ പാട്ടാ. എന്നാലും നമുക്ക് കൈയടിച്ച് പാടാം. ആ പാറമേൽ അല്ലേ സഭ പണിയെന്ന് പറഞ്ഞു. പക്ഷെ പത്രോസ് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറയുമ്പോൾ കഥ പറഞ്ഞ് സാത്താനെ ദൂരം പോകും. ഇന്ന് പത്രോസിയുടെ തിരുനാൾ ദിവസമാണ്. അവസാനം പത്രോസ് ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞ പത്രോസ് എങ്ങനെയാ മരിച്ചത്? യേശുവിന് വേണ്ടി തലകീഴായി ക്രൂശിക്കപ്പെട്ട് മരിച്ചു. അതിനു പോലും ഒരു മടിയും ഇല്ല. അല്ലാത്ത കാര്യം പോലും സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞ ഭീരുത്വം വിചാരിച്ച പത്രോസ് യേശുവിന് വേണ്ടി എന്തും സഹിക്കാനായിട്ട് തയ്യാറായി. എപ്പോഴാ? പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അല്പകാലം കഴിഞ്ഞ് ഉയർന്ന പാറമേൽ എന്നെ അവൻ കയറ്റി നിർത്തും. അല്പകാലം കഴിഞ്ഞ് ഉയർന്ന പാറമേൽ എന്നെ അവൻ കയറ്റി നിർത്തും. കല്ലേറിഞ്ഞാൽ അവിടെ കൊള്ളുകില്ല, അമ്പേറിഞ്ഞാൽ വന്ന് ചേരുകില്ല.
ജോലി കണ്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഞാൻ ഈ കൊച്ചിനൊന്ന് നിങ്ങൾ പിടിക്കും, അതായത് ഇവിടെ കൊണ്ടുവന്ന് അതില്ല, ഇതിന്റെ അതിനെ കൊണ്ടുവന്ന് അതാ പുസ്തകം കൊടുക്കണം, അതെടുക്കണം, ഇതെടുക്കണം, ഷോർക്കേസിലിരിക്കാൻ വേണമില്ല. കലയെങ്കിൽ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചിട്ട് വിട്ടിട്ട് വേറെ ആൾക്കാരൊക്കെ പ്രാർത്ഥിക്കാൻ കരുതിന്ന് വിളിച്ച് ആ കുരുത്തക്കട്ട കൊച്ചിനെ കൊണ്ടുവന്നില്ലേ, അന്ന് അവിടെ വന്ന് പ്രാർത്ഥിച്ചു പോയതിനു ശേഷം ആ കൊച്ച് ഭയങ്കര ശാന്തമായി. ഞങ്ങൾ അവരുടെ ആൾക്കാരാണ്, പരിചയക്കാരാണ്, ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയം പറയാനാണ് വിളിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു മിനിറ്റ് സ്വസ്ഥമായിട്ടിരിക്കാത്ത കുഞ്ഞിന് വന്ന് പ്രാർത്ഥിച്ചു പോയേ പിന്നെ വ്യത്യാസം ഉണ്ടായി. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അല്പകാലം കഴിഞ്ഞ് ഉയർന്ന പാറമേൽ എന്നെ അവൻ കയറ്റി നിർത്തും. അല്പകാലം കഴിഞ്ഞ് ഉയർന്ന പാറമേൽ എന്നെ അവൻ കയറ്റി നിർത്തും. അല്പകാലം കഴിഞ്ഞ് ഉയർന്ന പാറമേൽ എന്നെ അവൻ കയറ്റി നിർത്തും. എന്നെ അവൻ കരങ്ങൾ വീശി എന്നെ അവൻ കയറ്റി നിർത്തും. ഹല്ലേലൂയ, ആരാധന. അല്പകാലം കഴിഞ്ഞ് ഉയർന്ന പാറമേൽ എന്നെ അവൻ കയറ്റി നിർത്തും. ആശുപത്രി കിടക്കുന്ന രോഗി, നാളെ ഓപ്പറേഷൻ. ഭാര്യന്റെ വചനം കേൾക്കാൻ പറഞ്ഞു വിട്ടു. പക്ഷെ നാളെ ഓപ്പറേഷൻ വേണ്ടി കൊണ്ടുപോയ രോഗിയെ തിരിച്ചു കൊണ്ടുവന്നു ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നില്ല. കാരണം ഇപ്പോൾ അതെല്ലാം മാറിപ്പോയിരിക്കുന്നു. ഇങ്ങനെ ഒത്തിരി ഒത്തിരി സാക്ഷ്യങ്ങൾ ഇവിടെ വരാറുണ്ട്, ഒത്തിരി സാക്ഷ്യങ്ങളുണ്ട്. അല്പകാലം കഴിഞ്ഞ് ഉയർന്ന പാറമേൽ എന്നെ അവൻ കയറ്റി നിർത്തും. എന്നെ അവൻ കയറ്റി നിർത്തും. സ്വന്തമായിട്ട് വീടില്ല, വാടക വീടില്ല താമസിക്കുന്നത്. അപ്പം കോൺട്രാക്ടർ ഉള്ള കടം മുഴുവൻ കയറ്റി വെച്ചിട്ട് അപ്പന്റെ പണി മതി എന്ന് പറഞ്ഞു. മോൻ പറഞ്ഞ് ഞാൻ ഈ കുടുംബം നോക്കിക്കോളാം. അപ്പൻ പണി നടത്തുമ്പോളം 8:30 മണിക്കാരന് കോൺട്രാക്ട് മുഴുവൻ കടത്തില്ല. 2 പെൺമക്കളെ കെട്ടിക്കാനുണ്ടായിരുന്നു. ഇതാ കടവും വരെയായിട്ട് അവരെയും കെട്ടിച്ചു വിട്ടു. ഇപ്പൊ അപ്പം വരുത്തിയൊക്കെ കടമുണ്ട്, 2 പെണ്ണിനെ കെട്ടിച്ച കടമുണ്ട്. അങ്ങനെ സമയം പോയി പോയി കടങ്ങൾ തീർത്ത് തീർത്ത് സ്വന്തമായിട്ടൊരു വീടില്ല. മകന് 42 വയസ്സായി. പന്ന കല്യാണാലോചനയെല്ലാം കണ്ടുപോലെ വരും. വീടില്ലാത്തത് കൊണ്ട് ആരാധക്കാരാണ്. അപ്പം പറ്റിയ കടത്തിന്റെ ചീത്ത പേര്, വാടക വീടെല്ലാം പറഞ്ഞു പോയി. അവൻ ഒരു തവണ വചനം കേട്ടു, ഒരു തവണ വചനം കേട്ടു. എന്നിട്ട് പറഞ്ഞു, ബ്രദറെ ഇനി കല്യാണം നടക്കോ? നടക്കുമെങ്കിൽ വല്ല 2ാം ഘട്ടം ഇല്ല, ഈശോ നിനക്ക് ഒരുക്കിയിട്ടുണ്ട്. 1ാം ഘട്ടം തന്നെ നടന്നു. ഇപ്പൊ കല്യാണം കഴിഞ്ഞു, സ്വന്തമായിട്ട് സ്വന്തം സ്ഥലം മേടിച്ച് വീടും വെച്ചു, കല്യാണവും നടന്നു, കാറുമുണ്ട്, ബൈക്കുമുണ്ട്. ഒരുപാട് അനുഗ്രഹിച്ചു ഉയർത്തി. 42ാമത്തെ വയസ്സിൽ കല്യാണം നടന്നു. അല്പകാലം കഴിഞ്ഞ് ഉയർന്ന പാറമേൽ എന്നെ അവൻ കയറ്റി നിർത്തും. അല്പകാലം കഴിഞ്ഞ് ഉയർന്ന പാറമേൽ എന്നെ അവൻ കയറ്റി ഉയർത്തി. കരങ്ങൾ വീശി എന്നെ കയറ്റി നിർത്തും. എന്റെ ജീവിതം ഉയർച്ച പ്രാപിക്കും. ഞാൻ കർത്താവിനെ സാക്ഷ്യപ്പെടുത്തും. എന്റെ അനുഭവങ്ങൾ കണ്ട് പലരെയും ഞാൻ ഈശോയുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുവരും. അനേകരോട് ഞാനിത് ആ മഹത്വമേറ്റും. അല്പകാലം കഴിഞ്ഞ് ഉയർന്ന പാറമേൽ എന്നെ അവൻ കയറ്റി നിർത്തും. ഹല്ലേലൂയ, യേശുവേ, യേശുവേ, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിച്ചു, 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 സ്തുതിച്ചു. യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Praise the Lord.
എല്ലാവരും ഇരുന്നേ. നിന്നുടെ സവിതേ അഭയം തേടി വരുന്നു ഞാനൊന്ന് പാടി. വന്നതായിട്ടൊന്ന് കണ്ടുകൊണ്ട് പാടി. മാതാവ് നമ്മുടെ അടുത്തോട്ട് വരുന്നതായിട്ട്, നമ്മൾ മാതാവിന്റെ അടുത്തോട്ട് വരുന്നതായിട്ട് കണ്ട് നമ്മൾ പാടി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എനിക്ക് ഇത്തിരി പണിത്തരങ്ങൾ കൂടുതലായിരുന്നു. പണ്ട് ഈ വേളാങ്കണ്ണിയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്ന അന്നൊക്കെ ഒത്തിരി ദുരിതങ്ങളുടെ കാലഘട്ടം. അപ്പൊ ഈ നക്ഷത്രം പോലെ ഇരിക്കുന്ന ചില്ലുകൂടിന്റെ അകത്ത് വെച്ചിരിക്കുന്ന മാതാവിന്റെ രൂപം വീട്ടിൽ ആരും ഇല്ലാത്ത സമയത്ത് ഞാൻ അതെടുത്ത് പണിതിട്ട് ചില്ലും മാതാവും എല്ലാം കൂടെ വീണ്ടും പൊട്ടിപ്പൊളിഞ്ഞു പോയി. ഇനി കേൾക്കാനൊന്നുമില്ല, കിട്ടാത്ത അടികളുമില്ല. ഈ മാതാവ് വീട്ടിൽ പൊട്ടിപ്പോയതുകൊണ്ട് ഇനി എന്തൊക്കെയോ വരാൻ പോണ, അനുഭവിക്കാൻ പോണ അങ്ങനത്തെ ഒരു ദുരിതങ്ങളുടെ കാലഘട്ടവും. അങ്ങനെ പോയിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഞാൻ വിചാരിച്ചു, ദൈവത്തിന് പോലും എനിക്ക് വേണ്ട, എന്നെ വേണ്ട, മാതാവിന് പോലും എന്നെ ഇഷ്ടമല്ല. അതിൽ എത്ര ശ്രദ്ധിച്ച് ചെയ്തിട്ടും ഞാൻ മാതാവിനെ സ്നേഹിക്കാൻ വേണ്ടി നോക്കിയല്ലേ, ചില്ലുകൂട്ടിന്ന് മാതാവിനെ പൊക്കിയെടുത്തിട്ട് ആ പൊക്കിയെടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒട്ടിച്ചേർന്ന ചില്ലൊക്കെ കടന്നുപോയി. അതിനു പുറമെ ആ വെപ്രാളത്തിനിടയ്ക്ക് മാതാവും കയ്യിൽ വീണ് പൊട്ടിപ്പോയി. ഇതേ കിടക്കില്ല വീട്ടുകാരോ ആയിരിക്കണം മൊത്തം വന്നപ്പോൾ കേട്ട് ഇനി അനുഭവിക്കാനൊന്നുമില്ല. ഇനി അറിയിക്കാതിരുന്നാൽ അവിടെ കൊണ്ടുപോയി മൂടി വെക്കാനാ. വീട്ടിൽ നടയിൽ തന്നെ ഈശോയുടെ ചെറുകതയോ അതിൻ്റെ അരികിൽ മാതാവിൻ്റെ രൂപം. അതുകൊണ്ട് മാതാവിന് പോലും എന്നെ വേണ്ട, ഇനി ഞാൻ എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്നൊക്കെ വിചാരിച്ച കുറ്റബോധങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിലുണ്ട്. പക്ഷേ ഇന്ന് മാതാവിൻ്റെ മധ്യസ്ഥ വഴി ശുശ്രൂഷകൾ ചെയ്യാൻ ഒരുപാട് അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഗുഡ്നസ് ടിവിയിൽ പരിശുദ്ധ അമ്മയോടൊപ്പം ഈശോയെ ആരാധിക്കുന്നു പ്രൈസ് ആൻഡ് വർഷിപ്പ് പ്രോഗ്രാം. ഞാൻ ഗുഡ്നസ് ടിവിയിൽ പോയത് പ്രൈസ് ആൻഡ് വർഷിപ്പ് നടത്തുന്ന ടീമിൽ 7 പേര് വേണം. അപ്പോൾ എന്നോട് ഒരാൾ പറഞ്ഞ്, നിന്റെ ഈ പറവറാന്നിരിക്കണമെന്ന് വെച്ചല്ലേ, പാടൊന്നും വേണ്ട, പ്രസംഗിച്ച് അന്ന് ഇത്തിരി കൂടി തൊള്ളവിളിക്കൽ കൂടുതലായിരുന്നു, പറവറാന്നിരിക്കണേ, അതുകൊണ്ട് സ്വരത്തിനൊരു മാധുര്യവും മടക്കമൊന്നും ഇല്ല. അപ്പോൾ ചുണ്ടനക്കി കാണിച്ചാൽ മതി, 7 പേര് ടീം വേണമെന്ന് അവർ പറഞ്ഞേക്കണം, നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോരെന്നും പറഞ്ഞ് നല്ല പശയൊക്കെ മുക്കി നല്ല സെറ്റാക്കി ഗുഡ്നസ് ടിവിയിൽ വന്നേക്കണല്ലേ. അവിടെ ചെന്ന് പ്രോഗ്രാമിനൊക്കെ ഒരു കുറ്റബോധക്കാരനെ പോലെ നമ്മുടെ ഒച്ച കേൾക്കണ്ട, എനിക്ക് മൈക്കില്ല, മൈക്കൊക്കെ വേറെ ആൾക്കാരുടെ അവിടെ പിടിച്ചാൽ മതി, അവിടെ പിടിച്ചേക്കണേന്ന് മൈക്കൊന്നുമില്ല. അങ്ങനെ 2-3 സെക്ഷനായിട്ട് നിന്ന് പ്രോഗ്രാം വായിക്കുന്ന ആളുണ്ട്, അവതരിപ്പിക്കുന്ന ആളുണ്ട്, പാട്ടുകാരുടെ സെറ്റുണ്ട്, ആണും പെണ്ണുമായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ പരിപാടി എന്തോരം വേറെ ആളുടെ ടീമിൽ അവർ നയിക്കുന്ന ശുശ്രൂഷയിൽ എന്നെ അരികിൽ നിർത്തി, എന്നെ 7-8 പേരൊന്നും വേണം ഓർഗനിസ്റ്റ് അടക്കം. അപ്പോൾ ആ കോളം തയ്ക്കാൻ വേണ്ടി ആണ് പ്രൈസ് ആൻഡ് വർഷിപ്പിന് വേണ്ടി എന്നെ കൊണ്ടുപോയത്. പക്ഷേ കുറേ സെക്ഷൻ എടുത്തിട്ടും ലൈറ്റ് ഓൺ ചെയ്ത് ഷൂട്ടിങ് തുടങ്ങി കഴിയുമ്പോഴേക്കും ഈ നടത്താൻ വേണ്ടി വിളിച്ചുള്ള ആൾ പറഞ്ഞേക്കണത് എന്താണ്, വെച്ചെടുക്കരുത്, എനിക്ക് ഉണ്ടാക്കി പോകണം, പാടുന്ന പോലെ കാണിച്ചോളെന്നാ പറഞ്ഞേക്കണ. വിലക്കും വിഘ്നങ്ങളുമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ദൈവമേ ഇത് എന്താ വരാതെ, എന്നാ പിന്നെ വിളിക്കാതിരിക്കുക, അവർക്ക് ആളെ കിട്ടാതെ കൊണ്ടുപോയതാണ്. ഞാൻ എൻ്റെ മാതാവിനോട് ചോദിച്ച എനിക്ക് കിട്ടാത്ത ഒരു കാര്യങ്ങളും ഇല്ല. പക്ഷേ ചായയുടെ ബ്രേക്കായി പല എപ്പിസോഡ് ചെയ്തിട്ടും ഒന്നും ഭംഗിയാവുന്നില്ല. അന്നേരം പ്രൊഡ്യൂസർ വന്നിട്ട് എൻ്റെ അടുത്ത ചാവടിക്കാനിരുന്നു. അടുത്ത ടേക്ക് നമ്മൾ എടുക്കാൻ പോകുന്നത് ഇയാളെ വെച്ചൊന്ന് ചെയ്ത് നോക്കാന്ന് തോന്നി. പ്രൈസ്തലോ എന്നെ വെച്ച് ചെയ്ത് നോക്കി അന്ന് വൈകുന്നേരം വരെ കിട്ടാവുന്ന എപ്പിസോഡെല്ലാം ചെയ്ത് എൻ്റെ മാതാവ് ഈശോയും അവസരപിതാവോടെ എന്നെ സഹായിച്ചു. പിന്നെ ഞാൻ ഒരുപാട് തവണ ഗുഡ്നസ് ടിവിക്ക് വേണ്ടി പ്രൈസ് ആൻഡ് വർഷിപ്പും അരമണിക്കൂറുള്ള എപ്പിസോഡും ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഇവിടെ വന്ന് മുടിയൊക്കെ മാറിയാൽ നന്നായതിനെ കുറിച്ചുള്ള എപ്പിസോഡുകളൊക്കെ അത് റെക്കോർഡ് ചെയ്തു. അത് അതിനേക്കാൾ വലിയ പാടായി. ഇവിടെ പള്ളി പണിയാൻ പോകണമെന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ ഇളകി വന്ന് ഗുഡ്നസ് ടിവി വന്നി, ശാലോൺ ടിവി വന്നി, ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഞങ്ങളുടെ അനുഭവം കഥയും പ്രോഗ്രാമൊക്കെ പിടിച്ചുകൊണ്ട് പോയപ്പോഴേക്കും തീർന്ന് കഥ സമരം ചെയ്യലായി, ബഹളമായി. കാരണം ഇവിടെ പള്ളി പണിയാൻ വേണ്ടിയുള്ളതാണെന്ന് പറഞ്ഞ് ഹല്ലേലൂയ, യേശുവേ നന്ദി, അങ്ങനെയാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിച്ച അവസ്ഥകൾ. ഹല്ലേലൂയ, യേശുവേ നന്ദി. അപ്പൊ നിന്നോട് നീ മാറി നിൽക്കുക,
അടങ്ങി നിന്നാൽ മതി, അല്ലെങ്കിൽ പറഞ്ഞു വിടുമെന്ന് പറഞ്ഞ പോലത്തെ രീതിയിലാണ്. എന്നാലെന്താ മുഖം കാണിക്കാൻ പറ്റുമല്ലോ എന്നോർത്ത് നിന്നു. പക്ഷേ ദൈവം ഒരുപാട് ശുശ്രൂഷകൾ ഇപ്പോഴും ചില സമയത്തൊക്കെ ചില പറയുന്നത് ബ്രദറിന്റെ പ്രോഗ്രാം കാണിക്കണ്ടിട്ടാ, ഞങ്ങൾ കണ്ടിട്ടാ അവരിടക്കിടക്കൊക്കെ പിന്നെ ഇടും. ഹല്ലേലൂയ. ഞാനൊരു പയ്യന് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവനിങ്ങനെ അന്ന് 7 വർഷമായിട്ട് ജോലിയൊന്നുമില്ല, ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് വഴി MBA പഠിച്ചവന് ജോലി കിട്ടിയിട്ട് നല്ല പാട്ടിന് പറഞ്ഞതാ കളയല്ലേ എന്ന്. അപ്പൊ അപ്പനും അമ്മയൊന്നും അല്ലല്ലോ, അപ്പനും അമ്മയും പറഞ്ഞിട്ട് കേൾക്കണില്ല. അപ്പൊ ജോലി പറഞ്ഞ് താൻ എന്തിനാ കിടന്ന് വരം പിടിക്കണം, അവനോട് ഇത്ര പറഞ്ഞിട്ടും കളയുമെങ്കിൽ പിന്നെ തല്ലി അടിച്ചൊന്നും ഏൽപ്പിക്കേണ്ടത്. യുവദാസനെ പിടിച്ച് യേശു കെട്ടിയൊന്നും ഇടിച്ചില്ല, അടച്ചൊന്നും ഇടിച്ചില്ല. അവനോട് പറഞ്ഞ് നീ ഇത് ചെയ്യാതിരിക്കാൻ നല്ലത്. പക്ഷെ ജോലി കളഞ്ഞേ പറ്റുള്ളൂ. പിന്നെ 7 വർഷം ഒരു ജോലി ശരിയാതെ വിഷമിക്കുന്ന അവന് വേണ്ടി ഇങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം കിട്ടിയ മെസ്സേജ് ഇതാണ്: നീ സൂട്ടും കോട്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ആ ചില കാര്യങ്ങളൊക്കെ കണ്ടാക്കാൻ പറഞ്ഞപ്പോൾ പറഞ്ഞ് സൂട്ടും കോട്ടും വീട്ടിൽ ഇരിപ്പുണ്ട്, അത് MBA ചെയ്തപ്പോൾ പോലെ അതിൻ്റെ ഇതുണ്ട്, ബ്രദറിന് വല്ല പരിപാടി ഉണ്ടെങ്കിൽ തന്നേക്കാന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. അപ്പൊ എന്നെ കുടുംബശ്രീയിൽ വിളിച്ചപ്പോ പിന്നെ വിളിച്ചപ്പോ പറഞ്ഞ് അന്ന് ഇസ്രായേലിൽ നിന്നാണ് സംരക്ഷണം ചെയ്യുന്നത്. ഇപ്പൊ അതെല്ലാം മാറ്റങ്ങൾ വന്നു. അപ്പോൾ സൂട്ടും കോട്ടും കൂടെ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അപ്പൊ എന്നോട് പറഞ്ഞിട്ടാണ്. അപ്പൊ പറഞ്ഞില്ലേ സൂട്ടും കോട്ടും വേണ്ടെന്ന് പറഞ്ഞില്ലേ, മേടിക്കൊന്നും വേണ്ട, എന്റെ തരാന്ന് പറഞ്ഞു. അങ്ങനെ പക്ഷെ ഇപ്പൊ എനിക്ക് 2 സൂട്ടും കോട്ടും ഉണ്ട്. പ്രൈസറോ. പിന്നെയും പരിപാടിക്ക് വിളിച്ചപ്പോ കല്യാണത്തിന് പോലും അന്നത്തെ ബുദ്ധിമുട്ടുകൾ കൊണ്ട് വീട്ടുകാരെ വിഷമിപ്പിക്കണ്ടല്ലാന്നൊന്നും സൂട്ട് വാടകയൊക്കെ എടുത്തിട്ട് ഇപ്പോഴും ഫോട്ടോ കണ്ടാൽ ചിരി വരും. കൈ പൊക്കിയാൽ ഇത്രയും വരെ സൂട്ടിന്റെ കൈയൊക്കെ കയറി പോകും. പക്ഷെ അതാ ഫാഷൻ നമ്മൾ വിചാരിച്ചത്. പ്രൈസ്. അതുകൊണ്ട് സാധനം എടുത്തും പോയി അളവൊക്കെ നോക്കിയെല്ലാം കറക്റ്റാണെന്ന് പറഞ്ഞു. പക്ഷെ മണവാളത്തേക്കും കൈ പൊക്കിയാൽ ഇതെല്ലാം കൂടി ഇങ്ങോട്ട് ഇറങ്ങി കൈയൊക്കെ ഇങ്ങനെ വരും. പ്രൈസല്ലോ. അതൊരു നാണക്കേടും വിഷമമുണ്ട്. മണവാട്ടി വരെയും കളിയാക്കി. ഹല്ലേലൂയ. ഒരെണ്ണം മേടിക്കാറില്ല ജീവിതത്തിൽ, ഇത് ഒരെണ്ണം അല്ലേ ഉള്ളു. അല്ലെങ്കിൽ ഈ സൂട്ട് വേണ്ടെന്ന് വെച്ചാൽ പോരെ. അപ്പൊ ഒന്നുകിൽ വാപ്പ കല്യാണത്തിൽ ഞാൻ ഒന്നുകിൽ വാപ്പ വേലികെട്ട് ഞാൻ കല്യാണത്തിൽ പോകാം, അല്ലെങ്കിൽ ഞാൻ കല്യാണത്തിൽ പോകാം വാപ്പ വേലികെട്ട് എന്ന് പറയാം. എന്തായാലും എനിക്ക് കല്യാണത്തിൽ പോകണം. അപ്പൊ എന്തായാലും എനിക്ക് കല്യാണത്തിന് സൂട്ടും വേണം, വീട്ടുകാരുടെ കാശിട്ട് പോവുകയും ചെയ്യരുത്. കാരണം അപ്പൻ അവിടെ കയറിയിരുന്നോ ശുശ്രൂഷ ചെയ്തോ ഞങ്ങൾ നോക്കിക്കോളാന്ന് പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. 10 പൈസ കളയാൻ ഭയങ്കര വിഷമം. ഇങ്ങനെ പിടിച്ച് സൂക്ഷിച്ചു ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടം. പക്ഷെ ഇപ്പൊ അദ്ദേഹത്തിന്റെ കൃപയായ 2 സൂട്ടും കോട്ടും ഉണ്ട്. കൊച്ചിന്റെ കുർബാനക്കൊക്കെ ഉള്ളപ്പാടിന് വരെ സൂട്ടും കോട്ടും ഇട്ട് പള്ളിയിൽ വായിക്കാൻ വന്നപ്പോ ഒറ്റ മാതാപിതാക്കളും സൂട്ടും കോട്ടും ഇട്ടിട്ടില്ല. പെട്ടുപോയി. ഇവരൊക്കെ പറ്റി നിർബന്ധിച്ച് തന്നെ ഇട്ട്. അപ്പൊ അന്ന് ജയൻ പയ്യപ്പള്ളി എന്ന് പറഞ്ഞ അച്ഛനായ ഇടവുകാരൻ, നല്ല കൂട്ടായിരുന്നു. ഞാൻ കാറ്റിസം അധ്യാപക ഹെഡ് മാസ്റ്റർ കൂടെ ആയിരുന്നു. അപ്പൊ അച്ഛൻ പറഞ്ഞു ഭാര്യ മക്കളും കൂടി പേക്കറവത്തി വന്നേക്കണേ, അപ്പൻ സൂട്ടും കോട്ടൊക്കെ ഇട്ടിട്ട് അവന്റെ കുർബാനയൊക്കെ ഉള്ളപ്പാടാണ് എന്ന് പറഞ്ഞിട്ട് അച്ഛൻ ആൾക്കാരെ ചിരി നിയന്ത്രിക്കാൻ പറ്റാതെ പോയെന്ന് പറഞ്ഞിട്ട് ഒരു കോമഡി പറയും. ഹല്ലേലൂയ. യേശുവേ നന്ദി. അപ്പൊ നമ്മ ഏത് കാര്യങ്ങളെ വിഷമിക്കാൻ സങ്കടപ്പെടുകയൊക്കെ ചെയ്തോ ദൈവം അതിൽ സമ്മതമായിട്ടൊന്നും 2 വീട്ടിൽ ഇരിപ്പണ്ടിട്ട് ആരെങ്കിലും കല്യാണം കൂടാനോ അല്ലെങ്കിൽ അല്ല നിങ്ങൾ പഴയൊന്നും മേടിക്കേണ്ടവരല്ല, പുതിയത് മേടിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, ദൈവമേ ആരാധന. വിമലേ അംബികേ സവിതേ അഭയം തേടി വരുന്നു ഞാൻ. എന്നുടെ അച്ഛന യാചനയെല്ലാം കൈക്കൊള്ളണമേ തായേ നീ, കൈക്കൊള്ളണമേ തായേ നീ. ഒന്നുകൂടെ പാടിയ വിമലേ. എല്ലാവരും പാട്. സവിതേ അഭയം തേടി വരുന്നു ഞാൻ. എന്നുടെ അച്ഛന എല്ലാം കൈക്കൊള്ളണമേ തായേ നീ, കൈക്കൊള്ളണമേ തായേ നീ. അഴലാമാഴിയിൽ ആഴാതെന്നെ അലിവെഴുമമ്മേ കാത്തരുൾക. ആ മുഖം കണ്ടേ, മനാന്റെ മുഖം കണ്ടിട്ടൊന്ന് പാടി വിശ്വസിക്കുകയും ചെയ്ത്. അടലെന്ന് പറഞ്ഞാൽ എന്താ? ദുഃഖമാണ്. ദുഃഖമാകുന്ന ആ സാഗരത്തിൽ അല്ലെങ്കിൽ ദുഃഖത്തിന്റെ സാഗരത്തിൽ ഞാൻ ഇങ്ങനെ താണു തുടങ്ങുമ്പോൾ ആര് വരും? ദൈവമാതാവിന്റെ സഹായം, പരിശുദ്ധ
പരിശുദ്ധാത്മാവിലൂടെ എൻ്റെ ജീവിതത്തിൽ ലഭിക്കും. ഹല്ലേലൂയ. അഴലാമാഴിയിൽ ആഴാതെന്നെ അലിവീഴുമമ്മേ കാത്തരുൾക. പാപക്കരിനിഴൽ വീശും നേരം പാപക്കരിനിഴൽ വീശും നേരം കൃപയുടെ കതിരുകൾ ചൊരിയണമേ. കൃപയുടെ കതിരുകൾ ചൊരിയണമേ. വിമലേയം ഉള്ള മാതാവുകളെ നമ്മളൊക്കെ മുമ്പേ പോകും. അതുകൊണ്ട് എഴുന്നേറ്റ് നമുക്ക് ഈ പാട്ട് താളത്തിൽ ചേർന്ന് ജീവനോടെ പാടാം. ക്രൈസ്തവോ നമുക്കുള്ളതായിട്ട് കണക്കാക്കി ഒന്ന് പാട്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ. വിമലയംബികേ നിന്നുടെ സവിധേ അഭയം തേടി വരുന്നു ഞാൻ. വിമലയംബികേ നിന്നുടെ സവിധേ അഭയം തേടി വരുന്നു ഞാൻ. എന്നുടെ അച്ഛന യാചനയെല്ലാം കൈക്കൊള്ളണമേ തായേ നീ. കൈക്കൊള്ളണം അടലാമാഴിയിൽ ആടാതെന്നെ അലിവീഴുമമ്മേ കാത്തരുൾക. അടലാമാഴിയിൽ അലിവീഴുമമ്മേ കാത്തരുൾക. പാപക്കരിനിഴൽ വീശും നേരം കൃപയുടെ കതിരുകൾ ചൊരിയണമേ. പാപക്കതിരുകൾ വീശും നേരം കൃപയുടെ കതിരുകൾ വീശണമേ. വിമലയംബികേ നിന്നുടെ സവിധേ അഭയം തേടി വരുന്നു. രണ്ട് കരങ്ങൾ ഉയർത്തി വീശി വിമലേ. കൈകാലും മരവിപ്പ്, അസ്വസ്ഥതകള്, നീർക്കെട്ടുകളെല്ലാം ഇറങ്ങി പോട്ടെ. ഈ സമ്മച്ചി അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കാൽപാദത്തിലുള്ള നീരുകൾ പോകും. ലീലാ സഭാഷന്റെ ലോകസൗഖ്യത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. റീതാ സഹോദരിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്നത്തെ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞിരിക്കുന്നു.